ഉണ്ണികൃഷ്ണൻ, താങ്കൾ RSPയിൽ നിന്നുള്ള അംഗമാണ്, UDFിന്റെ ഒരു പ്രതിനിധിയാണ്. എൻ്റെ ചോദ്യം വളരെ ലളിതമാണ്. RSP പോലെ ഒരു വിപ്ലവ പാർട്ടിക്ക്, അല്ലെങ്കിൽ വിപ്ലവം പേരിൽ സൂക്ഷിക്കുന്ന ഒരു പാർട്ടിക്ക് ഈ ജനസദസ്സിനെ ഒരു വിപ്ലവ പ്രസ്ഥാനമായിട്ട് കാണാൻ എന്താ ബുദ്ധിമുട്ട്? ജനസദസ്സ് എന്ന് പറയുന്നത് തന്നെ ഒരു തട്ടിപ്പാണ് എന്നുള്ള കാര്യം കേരളത്തിലെ പൊതുസമൂഹത്തിന് ഏതാണ്ട് മനസ്സിലായി 10 ദിവസം കഴിഞ്ഞപ്പോൾ മനസ്സിലായിക്കൊണ്ടിരിക്കുക. RSPക്ക് എന്നല്ല, കേരളത്തിലെ ഒരു പൊതുസമൂഹത്തിലെ ജനാധിപത്യ വിശ്വാസിക്കും ഈ ജനസദസ്സിനെ വിശ്വാസത്തിലെടുത്ത് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ആ തട്ടിപ്പിലാണോ ഇത്രയും വലിയ ആൾക്കൂട്ടം? ആൾക്കൂട്ടം എന്ന് പറയുന്നത് കൊണ്ടുവരുന്ന ആൾക്കൂട്ടമാണ്. ആൾക്കൂട്ടം സ്വമേധയാ ഒഴുകി വരുന്ന കടുത്തുരുത്തി മോൻസ് ജോസഫിന്റെ MLA മണ്ഡലത്തിൽ ഇത്രയും പേരെ എങ്ങനെ കൊണ്ടുവരും സർ? ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. അരുൺ അറിയാമല്ലോ ഇതെന്താ സംഭവിക്കുന്നത്. അയൽക്കൂട്ടം, നമ്മൾ വാട്സാപ്പിലുള്ള മെസ്സേജ് എല്ലാം കാണുന്നതല്ലേ. ഇത് ആരെങ്കിലും ജനക്കൂട്ടം മുഖ്യമന്ത്രി വരുന്നു എന്നറിഞ്ഞിട്ട് ഇങ്ങനെ സ്വാഭാവികമായി മുഖ്യമന്ത്രിയെയും ഈ മന്ത്രിമാരെയും കാണുവാൻ വേണ്ടി ഇങ്ങനെ ഒഴുകി വരുന്നതാണോ? ഒരിക്കലുമല്ല. ഇത് ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കുടുംബശ്രീ പ്രവർത്തകരെ, തൊഴിലുറപ്പ് പ്രവർത്തകരെ എല്ലാം ഉദ്യോഗസ്ഥ സംവിധാനം വെച്ചുകൊണ്ട് കൊണ്ടുവരികയാണ്. 10,000 ആളുകൾ എത്തുന്ന ഒരു വേദിയിൽ എത്ര കുടുംബശ്രീ പ്രവർത്തകരുണ്ട്? വളരെ കുറച്ചല്ലേ ഒരു മണ്ഡലത്തിൽ കുടുംബശ്രീ പ്രവർത്തകരുള്ളൂ. 10,000 പേര് ആശാവർക്കർമാരല്ല, 10,000 പേര് കുടുംബശ്രീ പ്രവർത്തകരല്ല. ആ വാദമൊക്കെ ഇനി നിൽക്കൂ. 10,000 പേര് എന്നൊക്കെ പറയുന്നത് ഒരു എക്സാജറേറ്റഡ് ആയിട്ടുള്ള സംഖ്യ. 10,000 പേരൊന്നുമില്ല. 10,000 പേരെ ഉൾക്കൊള്ളാൻ കേരളത്തിലുള്ള ഒരു സ്കൂൾ മൈതാനത്തിനും പറ്റത്തില്ല എന്നുള്ള കാര്യം അറിയാമല്ലോ. 10,000 പേരൊന്നും ഇല്ല. ഒരു 2,000-3,000 പേരാണ് ആകെ. നമുക്കറിയാമല്ലോ, ആലപ്പുഴ നാളെ വരാനിരിക്കുന്ന SDB മൈതാനത്ത് ഇട്ടിരിക്കുന്ന പന്തൽ നമ്മളെല്ലാം കണ്ടതാണ്. എവിടെ 10,000 പേര് ഇരിക്കുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ ശുദ്ധമായ തട്ടിപ്പാണ്. ബസ്സിൽ ആളുകളെ കൊണ്ടുവരികയാണ്. നിങ്ങൾ ആമുഖം പ്രസംഗത്തിൽ പറഞ്ഞു ആൾ കുറവായിരുന്നു. കോട്ടയം ജില്ലയിൽ ആൾ കുറവായിരുന്നു. ആലപ്പുഴ ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ CPIയുടെ ഒക്കെ ശക്തമായ സംഘടനാ സംവിധാനങ്ങൾ നമ്മൾ നിഷേധിക്കുന്നില്ല. കുറച്ച് ആളുകളെ പാർട്ടി പ്രവർത്തകരെ കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ പൊതുജനങ്ങളാകെ മുഖ്യമന്ത്രിയെ കാണുന്നതിന് ഇങ്ങനെ ഒഴുകി വരികയാണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് മുഖലേക്ക് എടുക്കാം. പക്ഷേ മുഖ്യമന്ത്രി കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിക്കുകയാണ് നവകേരള സദസ്സിൽ. മുഖ്യമന്ത്രി കേന്ദ്രത്തിനെതിരെ പറയുമ്പോൾ കേന്ദ്രത്തിനെതിരെ മൗനം പാലിക്കുന്ന UDFിനെ കുറിച്ചും സംസാരിക്കുന്നുണ്ട്. കേന്ദ്രത്തിനെതിരെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പോരായ്മകളും അദ്ദേഹത്തിൻ്റെ കഴിവുകേടും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കഴിവുകേട് മറച്ചു വയ്ക്കുന്നതിനുള്ള ഒരു മറ മാത്രമാണ് എല്ലാത്തിനും കേന്ദ്രവിരുദ്ധം എന്ന് പറയുന്നത്. കേരളത്തിലെ കുഴപ്പങ്ങൾക്ക് മുഴുവൻ നിങ്ങൾ കേന്ദ്രവിരുദ്ധരല്ലല്ലോ അല്ലേ? ഞങ്ങൾ അതെന്തൊരു ചോദ്യമാണ്. കേന്ദ്രത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ടല്ലേ UDF പോകുന്നത്. BJPയുടെ നയം എന്തുവാ? പക്ഷേ കേൾക്കാനല്ലേ ശബ്ദം? പാർലമെന്റിൽ ശക്തമായി കേരളത്തിലെ 19 MP-മാരും കേരളത്തിൽ ഇന്നലെ കേട്ടു ശബരിമലയെ കുറിച്ചൊരു വലിയ പ്രകടനം കണ്ടു. ശബരിമല കേട്ടുകേഴ്വിയുണ്ടോ? ആളുകൾ പന്തളത്ത് വന്നിട്ട് ശബരിമലയിലേക്ക് പോകാൻ കഴിയാതെ അയ്യപ്പ ഭക്തർ കർണാടക 2015 32 അയ്യപ്പ ഭക്തര് ശബരിമലയിൽ കുഴഞ്ഞു വീണായിരുന്നു. അന്ന് ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. അതുപോലെ അല്ല ഇത്. പ്രശ്നം ശബരിമലയെ നിയന്ത്രിക്കേണ്ട ആ കുഴഞ്ഞു വീഴലും ഈ കുഴഞ്ഞു വീഴലും തമ്മിൽ എന്താ വ്യത്യാസം? കുഴഞ്ഞു വീണ് 11 ദിവസമുള്ള ഒരു പെൺകുട്ടി കുഴഞ്ഞു വീണ് മരിച്ചു. അന്ന് 32 പേരാ. അന്ന് ആരും വന്നില്ലല്ലോ പ്രതിഷേധത്തിന്. ഭക്തർക്ക് ശബരിമല എത്താൻ പോലും സാധിക്കുന്നില്ല. ഇത് നിയന്ത്രിക്കേണ്ട ദേവസ്വം മന്ത്രി. അദ്ദേഹത്തിന്റെ ആകെ ജോലി എന്തുവാ? മുതിർന്ന നേതാവ് രാധാകൃഷ്ണൻ, മുൻ മന്ത്രിയും സ്പീക്കറും ഒക്കെ ആയിരുന്ന ആളാ. അദ്ദേഹം 10 ദിവസമായിട്ട് ഈ ബസ്സില. ഇന്നലെയാണ് അദ്ദേഹം ശബരിമല എത്തിയത്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ലജ്ജ തോന്നുന്നില്ലേ ശബരിമലയെ കുറിച്ച് പറയാൻ? പാലക്കാട് DCC സംഘടിപ്പിച്ചൊരു പരിപാടിയുടെ പേര് പ്രതിഷേധ ഭജന എന്നായിരുന്നു. കള്ള വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഒരു പോസ്റ്റ് അടിച്ചിറക്കിയിട്ട് പ്രതിഷേധ ഭജന എന്ന പേരിൽ ഒരു പരിപാടി നടത്തുക. ഒടുവിൽ മാധ്യമങ്ങൾ ഞങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിന്റെ പേര് മാറ്റി ഓടേണ്ടി വന്നില്ലേ? ഏതാ കള്ള വാർത്ത? എങ്ങനെ ഒരു കുഞ്ഞ് കരയുന്ന വാർത്ത എടുത്തിട്ട് ശബരിമല തിരക്ക് കാരണം കുഞ്ഞ് കരയുന്നു. കുഞ്ഞ് കരഞ്ഞു എന്നുള്ള സത്യമാണല്ലോ. കുഞ്ഞുങ്ങൾ അങ്ങനെ പല കാര്യത്തിലും കരയും. അച്ഛൻ ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അച്ഛൻ ബസ്സിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ ഞാൻ പറയട്ടെ. ഇത് അല്ലല്ല കള്ള വാർത്തയാണോ? കള്ള വാർത്തയല്ല. അത് അതേ ബസ്സിന്റെ താഴെ നിന്നുകൊണ്ട് KSRTC കണ്ടക്ടർ പറഞ്ഞു കേട്ടല്ലോ. എന്താ പറഞ്ഞത്? ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? KSRTC കണ്ടം ചെയ്ത ബസ്സുകൾ 15 കൊല്ലം കഴിഞ്ഞ ബസ്സുകൾ ഇട്ടിരിക്കുക. ആ കുട്ടിയുടെ അച്ഛൻ എന്തിനാണ് ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്? ഒരു സാധനം മറ്റോ വാങ്ങാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുഞ്ഞച്ഛനെ കാണാതെ കരഞ്ഞു. അതിന് ഗംഗയിൽ കുളിക്കണം പിണറായി വിജയൻ എന്ന് K. സുരേന്ദ്രൻ പറയുന്നു. അത് നിങ്ങൾ പോസ്റ്റർ അടിച്ച് കോൺഗ്രസ് ഇറക്കുന്നു. ഇത് മാധ്യമപ്രവർത്തകർ നിങ്ങളല്ലേ വാർത്തയാക്കിയത്? ഞങ്ങളല്ല. നിങ്ങൾ പോസ്റ്റർ അടിച്ചിറക്കിയപ്പോൾ അത് വ്യാജ വാർത്തയാണെന്ന് ഞങ്ങൾ പറഞ്ഞു. ശബരിമല കുഴപ്പങ്ങൾ ഇല്ലെന്നാണ് പറയുന്നത്. ശബരിമല കുഴപ്പങ്ങളില്ലെന്നല്ല, ആ കുഴപ്പങ്ങൾ പരിഹരിച്ചു. ഇന്ന് ആർക്കും പ്രശ്നമില്ലല്ലോ അവിടെ. ഇന്ന് പ്രശ്നങ്ങളില്ലേ? ഉണ്ടോ? 18 മണിക്കൂറാണ് ക്യൂ നിൽക്കേണ്ടി വരുന്നത്. അത് ആദ്യത്തെ സംഭവമാണോ? റിപ്പോർട്ടിലെ ചാനലിന്റെ ശബരിമലയിലെ റിപ്പോർട്ടിനെ കൂടി ചോദിക്കും. ആണ് സാർ. അത് ഇന്നത്തെ ദിവസമൊക്കെ എങ്ങനെയാ വളരെ അവിടെ സമാധാനപരമായിട്ട് ഭക്തന്മാർ വന്നു പോകുന്ന കണ്ടു നമ്മൾ. ഒരിക്കലുമല്ല. അത് ഒരിക്കലുമല്ല. ചെറിയ നിരാശയുണ്ടല്ലേ? ഒരിക്കലുമില്ല. ഭക്തരിങ്ങനെ സമാധാനത്തോട് തൊഴുതു പോകുമ്പോ അതെന്തൊരു ചോദ്യമാണ്. അല്ല, കാരണം നിങ്ങൾ ഇന്ന് പ്രതിഷേധ ഭജന നടത്തിയ ഒരു പാർട്ടിയുടെ മുന്നണിയിലാണ് താങ്കളും. ശബരിമലയില് കേട്ടുകേൾവിയില്ല. എന്ത്
എന്താ ദേവസ്വം ഈ തിരക്ക് കേട്ട് കേൾവിയില്ലേ? 18ാം പടിയാണ്. ഉമ്മൻചാണ്ടി സർക്കാർ ഇരിക്കുന്ന സമയത്തും ഉണ്ട്, VS അച്യുതാനന്ദൻ ഇരിക്കുന്ന സമയത്തുണ്ട്. സർക്കാർ നോക്കിയാണോ ഭക്തജനങ്ങൾ വരുന്നത്? അയ്യപ്പനെ കാണാൻ വേണ്ടി വരുന്ന ഭക്തജനങ്ങൾ കാലുക്ക് മെത്തൈ എന്ന് പറഞ്ഞു വരുന്നത് കല്ലും മുള്ളും ഒക്കെ ആണല്ലോ. ആ സമയത്ത് കാലും മുള്ളും എന്താണ്? അല്ല, നോക്കൂ ഡിക്കഷൻ, നോക്കൂ, നമ്മൾ എന്താണ് അങ്ങും ശബരിമലയിൽ പോയിട്ടുണ്ട്, ഞാൻ ശബരിമലയിൽ പോയിട്ടുണ്ട്. അപ്പൊ എന്താ കല്ലും മുള്ളും കാലുക്ക് മെത്തൈ എന്ന് വിളിച്ചാണല്ലോ പോയത്. അത് പിണറായി വിജയൻ വരുന്ന സമയത്ത് കല്ലും മുള്ളുമാണ്. ഉമ്മൻചാണ്ടി ഇരിക്കുന്ന സമയത്ത് കാലുക്ക് മെത്തൈ ആവുന്ന രീതി ശരിയാണോ? ശബരിമലയിലെ സുരക്ഷാ സംവിധാനങ്ങൾ ആകെ പാളി എന്നുള്ളത്. എന്ത് പാളി സാർ? പോലീസ് ഇല്ല. ആര് പറഞ്ഞു? പിണറായി വിജയൻ അകമ്പടി. ഇന്നലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞത് 16,118 പോലീസുകാർ ശബരിമല ഡ്യൂട്ടിക്കുണ്ട് പമ്പ മുതല്. എന്നിട്ടാണോ ഈ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്? മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾ റിപ്പോർട്ടറുടെ കാര്യം പറയും. റിപ്പോർട്ടർ അങ്ങനെ പോലീസുകാർ കുറവാണെന്നൊരു വാർത്തയെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. റിപ്പോർട്ടർ ചാനൽ അല്ല ശ്രീ അരുൺ. ശബരിമലയിൽ മനോരമ മാത്രമേ വായിക്കുന്നുള്ളൂ. അല്ലല്ല, ഈ വർഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്താ പറയുന്നത്? 18ാം പടിയുടെ വീതി കൂട്ടും. നടക്കുന്ന കാര്യമാണോ? തന്ത്രി പറഞ്ഞ് നടക്കുന്ന കാര്യമല്ല. ശബരിമല സുരക്ഷയില്ല. പരിചയസമ്പന്നരായ പോലീസുകാരല്ല നിൽക്കുന്നത്. ആകപ്പാടെ പാളി. അതിന്റെ ജാള്യം മറയ്ക്കാനായി പറയുന്നത് ഈ വാർത്തയുടെ